ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അംഗം കുറിച്ചു. വോട്ടെടുപ്പ് 2 ഘട്ടമായി. ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും. തൃശൂർ ജില്ലയിൽ ഡിസംബർ 11-ന് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂടുയരുന്നു. മത്സരചിത്രം വരും ദിവസങ്ങളിൽ തെളിയും. പുതുക്കാട് ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന ഭിന്നശേഷിക്കാരന്റെ ചായക്കട സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. മൂത്രത്തിക്കര സ്വദേശി വാഴേക്കാട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ചായക്കടയാണ് തകർത്തത്. ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലം 2 മാസത്തോളമായി കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായി ചാമക്കാലയിലെ 47ഓളം കുടുംബങ്ങൾ. പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നിശ്ചലം. ജനമൈത്രി ഫൗണ്ടേഷന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹകരണത്തോടെ സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. 2 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും നടക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഡിസംബർ 9-നാണ് തിരഞ്ഞെടുപ്പ്. തൃശൂർ ജില്ലയിൽ രണ്ടാം ഘട്ടമായ ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഡിസംബർ 11-ന് വോട്ടെടുപ്പ് നടക്കും. നോമിനേഷൻ നവംബർ 14 മുതൽ 21 വരെ നൽകാം. നോമിനേഷൻ പിൻവലിക്കാനുള്ള തീയതി നവംബർ 24-നാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. നവംബർ 22-നാണ് സൂക്ഷ്മ പരിശോധന. നവംബർ 24-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. സംസ്ഥാനത്ത് മട്ടന്നൂർ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 2,84,30,761 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂടുയരുന്നു. മത്സരചിത്രം വരും ദിവസങ്ങളിൽ തെളിയും. ഒരു കോർപ്പറേഷൻ, 7 നഗരസഭകൾ, 17 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 86 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഒപ്പം ജില്ലാ പഞ്ചായത്തിലേക്കും വോട്ടെടുപ്പ് നടക്കും. കോർപ്പറേഷനിൽ ഇക്കുറി പോരാട്ടം കടുക്കും. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുക UDFന് അഭിമാന പ്രശ്നമാണ്. കോൺഗ്രസിൽ നിന്ന് തെറ്റി വിമതനായി മത്സരിച്ച് ജയിച്ച MK വർഗീസിനെ മേയറാക്കി 5 വർഷവും പൂർത്തീകരിച്ച LDF കൂടുതൽ സൂക്ഷ്മതയോടെയാണ് കളത്തിലിറങ്ങുന്നത്. ലോക്സഭയിലേക്കുള്ള സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ആവേശത്തിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിനാണ് BJP ഒരുക്കം. നിലവിൽ LDF 25, UDF 24, BJP 6 എന്നിങ്ങനെയാണ് കക്ഷിനില. മേയർ സ്ഥാനം വനിതാ സംവരണമായതോടെ പരിചയസമ്പന്നരായ വനിതാ നേതാക്കളെ തന്നെ മുന്നണികൾ രംഗത്തിറക്കും. കോൺഗ്രസിൽ നിന്ന് ലാലി ജെയിംസ്, നിജി ജസ്റ്റിൻ, സുബി ബാബു തുടങ്ങിയവർ രംഗത്തുണ്ടാകും. അജിത ജയരാജൻ, രാജശ്രീ ഗോപൻ എന്നിവരാണ് CPM പട്ടികയിലെ മുൻനിരക്കാർ. നിലവിൽ തേക്കിൻകാട് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന BJPയിലെ പൂർണിമ സുരേഷ് വീണ്ടും ഇറങ്ങുമെന്നാണ് സൂചന. ഇത്തവണ ഡിവിഷനുകളുടെ എണ്ണം 55-ൽ നിന്നും 56-ആയി ഉയർന്നു. തിരുവമ്പാടിയാണ് പുതിയതായി നിലവിൽ വന്ന ഡിവിഷൻ. 29 അംഗ ജില്ലാ പഞ്ചായത്തിലേക്കും പോരാട്ടം കടുക്കും. നിലവിൽ 5 അംഗങ്ങൾ മാത്രമുള്ള UDF പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും രംഗത്തിറക്കി ഭരണം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ മത്സരഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചൂണ്ടുപലകയാകുമെന്നതിനാൽ LDFും കൃത്യമായ കണക്കുകൂട്ടലോടെയാണ് അംഗത്തട്ടിലേക്ക് ഇറങ്ങുന്നത്. ശക്തി തെളിയിക്കുക BJPക്കും അഭിമാന പ്രശ്നമാണ്. പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. പുതുമുഖങ്ങളെ കൂടുതൽ താഴെത്തട്ടിൽ രംഗത്തിറക്കി മേൽക്കൈ നിലനിർത്താനാണ് അവരുടെ ശ്രമം. സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വികസന നേട്ടങ്ങൾ, ക്ഷേമ പെൻഷൻ വർധനവ്, അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തുടങ്ങിയവയൊക്കെ തുണയാകുമെന്നാണ് ഇടതു പ്രതീക്ഷ. വിമതശല്യം പരമാവധി ഒഴിവാക്കി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയാണ് UDFന് മുന്നിലുള്ള വെല്ലുവിളി. പുതുമുഖങ്ങളും ജനകീയരുമായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമെന്ന് നേതൃത്വം പറയുന്നു. നിലവിലെ തദ്ദേശ ഭരണ സംവിധാനങ്ങളോടുള്ള എതിർപ്പ്, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരം എന്നിവയെല്ലാം വോട്ടായി മാറിയാൽ തദ്ദേശപ്പോരിൽ മുന്നിൽ കയറാമെന്നാണ് UDF പ്രതീക്ഷ. ജില്ലയിൽ അവണിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണ് BJP ഭരണത്തിലുള്ളത്. മുൻപ് ഭരണമുണ്ടായിരുന്ന തിരുവല്ലോമലയിൽ ഒപ്പത്തിനൊപ്പമെന്ന ആശ്വാസവുമുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷമായും BJP വളർന്നു.
മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രീയ ശക്തിയെ മാറിയെന്ന് അവകാശപ്പെടുന്ന ബി.ജെ.പിക്ക് വോട്ട് കണക്കിലും അത് തെളിയിച്ചേ മതിയാകൂ. പുതിയ രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിലാണ് തൃശൂർ ജില്ല തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഡി.സി.സി പ്രസിഡന്റായി ജോസഫ് ടാജറ്റും സി.പി.എം ജില്ലാ സെക്രട്ടറിയായി കെ.വി. അബ്ദുൽ ഖാദറും സി.പി.ഐ ജില്ലാ സെക്രട്ടറിയായി കെ.ജി. ശിവാനന്ദനും ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പരീക്ഷണമാണ് നേരിടാൻ പോകുന്നത്. ബി.ജെ.പി ആകട്ടെ ജില്ലയെ മൂന്നായി വിഭജിച്ച് ജസ്റ്റിൻ ജേക്കബ്, നിവേദിത സുബ്രഹ്മണ്യൻ, എ.ആർ. ശ്രീകുമാർ എന്നിവരെ അധ്യക്ഷരാക്കിയുള്ള സംഘടനാ സംവിധാനത്തിലൂടെയാണ് പോരിനിറങ്ങുന്നത്. ടി.സി.വി ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ഒന്നാം ഘട്ട പട്ടിക തയ്യാറാക്കി കോൺഗ്രസ്. 30ഓളം സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കിയാലുടൻ ബാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നിലവിലുള്ള നഗരസഭാ കൗൺസിലർ വി.എം. ജോണി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ.എസ്. കമറുദ്ദീൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സനിൽ സത്യൻ, മുതിർന്ന നേതാവ് കെ.എച്ച്. വിശ്വനാഥൻ, മുൻ കൗൺസിലർമാരായ പ്രിൻസി മാർട്ടിൻ, ശ്രീദേവി വിജയകുമാർ, ജോളി ദിൽഷൻ, കവിത മധു തുടങ്ങിയവർ പട്ടികയിലുണ്ട്. ഒപ്പം നിരവധി പുതുമുഖങ്ങൾക്കും അവസരം നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സ്ഥാനാർത്ഥികൾ ഇതിനോടകം വാർഡുകളിൽ പ്രചരണം ആരംഭിച്ചു. 20 വർഷമായി നഷ്ടപ്പെട്ട ചാവക്കാട് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഇത്തവണ പ്രമുഖ നേതാക്കളെ മത്സരരംഗത്തിറക്കുന്നു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സി.എ. ഗോപപ്രതാപൻ, മണ്ഡലം പ്രസിഡന്റ് കെ.വി. ഷാനവാസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥികളാകുമെന്നാണ് സൂചന. ചാവക്കാട് കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് പോര് നിലനിന്നിരുന്നു. ഇതേ തുടർന്ന് പാർട്ടി പരിപാടികൾ പോലും കാര്യമായ രീതിയിൽ നടത്തിയിരുന്നില്ല. ഇത്തവണ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് നേതാക്കൾ വ്യക്തമാക്കി. പുതുക്കാട് ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന ഭിന്നശേഷിക്കാരന്റെ ചായക്കട സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. മൂത്രത്തിക്കര സ്വദേശി വാഴേക്കാട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ചായക്കടയാണ് തകർത്തത്. പുതുക്കാട് സഹകരണ ബാങ്കിന്റെ സമീപത്ത് സർവീസ് റോഡിന്റെ ഓരത്തുള്ള പെട്ടിക്കടയാണ് നശിപ്പിച്ചത്. വർഷങ്ങളായി പാതയോരത്ത് ചായക്കട നടത്തി ഉപജീവനം നടത്തുന്നയാളാണ് ഉണ്ണികൃഷ്ണൻ. വന്നപ്പോ ഈ മേശ ഐസും ബോസ് പിന്നെ ഇവിടെ കാല് കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് നശിപ്പിച്ചിട്ട് വേറെ മാർഗമില്ല. ഞാൻ കാലിന് വയ്യാത്ത എൻ്റെ കടയൊക്കെ വന്ന് നശിപ്പിച്ചിട്ടുണ്ട്. വേറെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇത് കൊണ്ട് ജീവിക്കുന്നത് വേറെ. ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലം 2 മാസത്തോളമായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ചാമക്കാലയിലെ 47ഓളം കുടുംബങ്ങൾ. കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയിലാണിവർ. പഞ്ചായത്തിലെ ചന്ദ്രാപ്പിനി ചാമക്കാല റോഡിൽ ഓർമ്മ ബസ് സ്റ്റോപ്പിന് വടക്കുഭാഗത്തെ 40ഉം ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വടക്കുഭാഗത്തെ 7ഓളം വീടുകളിലുമാണ് കഴിഞ്ഞ 2 മാസമായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. 2 മാസമായി ഈ ഭാഗത്ത് വെള്ളമില്ല. ഞങ്ങളെ വീട്ടിലെ വെള്ളം മഞ്ഞ കളറുള്ള വെള്ളമാണ്. അതുകൊണ്ടാണ് ലൈൻ പൈപ്പ് എടുത്തത്. വീട്ടിലെ ആവശ്യത്തിന് ലൈനിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെ വെള്ളം മോട്ടർ വെള്ളം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റൂല, ഉപ്പാണ്. പിന്നെ വെള്ളത്തിൻ്റെ കളറ് മാറി. ഞങ്ങൾക്ക് ആശുപത്രിയുടെ അവിടെ പോകണം വെള്ളം എടുക്കണമെങ്കിൽ. പഞ്ചായത്തിന്റെ കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നും മറ്റുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. എന്നാൽ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാൽ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുഴൽക്കിണറുകളിൽ നിന്നുള്ള വെള്ളം ആശ്രയിക്കുന്നവരുമുണ്ട്. തീരദേശ പ്രദേശമായതിനാൽ കലങ്ങിയ വെള്ളമാണ് മിക്ക വീടുകളിലും കുഴൽക്കിണറുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഈ വെള്ളമാകട്ടെ ജലപരിശോധനയിൽ ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിട്ടുമുള്ളതാണ്. പ്രധാന റോഡിലെ പൈപ്പ് ലൈനുകളിൽ വെള്ളം ലഭിക്കുന്നുമുണ്ട്. കോൺക്രീറ്റ് റോഡിനടിയിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനിന്റെ തകരാറാകാം കുടിവെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് ജല അതോറിറ്റിയുടെ നിഗമനം. തകരാർ എവിടെയാണെന്ന് കണ്ടെത്താനാണ് പരാതിയുമായി എത്തുമ്പോൾ അധികൃതർ ആവശ്യപ്പെടുന്നത്. വിചിത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ജല അതോറിറ്റിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിനെ നേരിട്ട് വിളിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്നിട്ട് പിന്നെ അത് അവർ ഒരു നടപടിയും കിട്ടാതായപ്പോൾ പിന്നെ ഞാൻ നേരിട്ട് മെമ്പർ നിലയ്ക്ക് ഞാൻ നേരിട്ട് അവിടെ ചെന്ന് അതിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഉദ്യോഗസ്ഥന്മാരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ വന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞ് ഇത് പരിശോധന നടത്തിയാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂ. എന്നിട്ട് നീണ്ട് പോയിട്ട് അതിന് ശേഷം ഞാനും എൻ്റെ സഹപ്രവർത്തകർ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞങ്ങൾ 4-5 പേര് ചെന്ന് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ അവരുടെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ കളക്ടർക്ക് പരാതി കൊടുക്കാൻ പോകും. ടി.സി.വി ന്യൂസ്, കയ്പമംഗലം. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നിശ്ചലം. ജനമൈത്രി ഫൗണ്ടേഷന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹകരണത്തോടെ സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്.
സ്റ്റേഷൻ പരിധിയിൽ കളവുകളും ഗുണ്ടാസംഘങ്ങളുടെ അഴിഞ്ഞാട്ടവും വർദ്ധിച്ചതോടെയാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. കിഴുപ്പള്ളിക്കര, പെരിങ്ങോട്ടുകര, താന്ന്യം, അന്തിക്കാട്, കാഞ്ഞാണി, മണലൂർ, മനക്കൊടി, ആലപ്പാട് എന്നിവിടങ്ങളിൽ ലക്ഷങ്ങൾ ചെലവിട്ടാണ് ആധുനിക രീതിയിലുള്ള ക്യാമറകൾ സ്ഥാപിച്ചതും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കിയതും. ഇതിനെല്ലാം ആവശ്യമായ പണം കണ്ടെത്തിയത് വ്യാപാരികളിൽ നിന്നും പ്രവാസികളിൽ നിന്നുമായിരുന്നു. എന്നാൽ അതെല്ലാം പാഴായിപ്പോയ സ്ഥിതിയാണെന്ന് പ്രവാസി മുഹമ്മദ് റാഫി പറഞ്ഞു. 20ഓളം ക്യാമറകൾ ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് ഒരു പ്രവാസി തന്നെ 1 ലക്ഷം രൂപ തന്ന പ്രവാസിയുണ്ട്, 25,000 തന്ന പ്രവാസികളുണ്ട്. അങ്ങനെ നമ്മളെ ഒരു നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്തത്. പക്ഷേ 2 വർഷം മറ്റേ ജിനേഷ് സാർ SI ആയിരിക്കുന്ന സമയത്ത് CI ആയിരിക്കുന്ന സമയത്ത് നല്ല ആക്റ്റീവായിട്ട് നിന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും പോയി. സ്വിച്ച് ഓണും ഉദ്ഘാടനങ്ങളും ആഘോഷമായി നടന്നെങ്കിലും പ്രവർത്തനരഹിതമായ ക്യാമറകൾ ശരിയാക്കാനോ നിരീക്ഷിക്കാനോ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്ന് കിഴുപ്പള്ളിക്കര കൂട്ടായ്മ സെക്രട്ടറി ദിബു പറയുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലെ 16 വില്ലേജുകളിൽ താന്യം, അന്തിക്കാട്, ചാഴൂര്, മണലൂര്, അരിമ്പൂര് പ്രദേശങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലായി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ ക്യാമറകളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഈ ക്യാമറകളുടെ NVR സിസ്റ്റം ഉൾപ്പെടെ സ്റ്റേഷനിൽ പ്രവർത്തിക്കാത്തത് മാറി മാറി വരുന്ന അന്തിക്കാട് SIമാരും അതുപോലെ SHOമാരും 3 മാസത്തിലും കൂടുതൽ ഒരാളും തന്നെ സ്റ്റേഷനകത്ത് ഇരിക്കാതെ ട്രാൻസ്ഫറായി പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇതോടെ കുറ്റകൃത്യത്തിലേർപ്പെട്ട് രക്ഷപ്പെടുന്നവരെയും സാമൂഹ്യ വിരുദ്ധരെയും കണ്ടെത്താൻ സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും സ്ഥാപിച്ച ക്യാമറകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് അന്തിക്കാട് പോലീസ്. പ്രവർത്തനരഹിതമായ ക്യാമറകൾ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃപ്രയാർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ ടിപ്പർ ലോറിക്ക് പിന്നിൽ മീൻ ലോറി ഇടിച്ച അപകടം. ആർക്കും പരിക്കില്ല. മീൻ ലോറിയുടെ മുൻഭാഗം തകർന്നു. ലോഡ് ഇറക്കിയ ശേഷം മംഗലാപുരത്തേക്ക് പോയിരുന്ന ലോറിയാണ് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിക്ക് പിന്നിൽ ഇടിച്ചത്. റോഡരികിലൂടെ പോയിരുന്ന സ്കൂട്ടറിൽ തട്ടിയതിനെ തുടർന്ന് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ടിപ്പർ ലോറി പെട്ടെന്ന് നിർത്തിയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ഡ്രൈവർ പറഞ്ഞു. മുപ്ലിയത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ ചോർന്നത് പരിഭ്രാന്തി പരത്തി. മുപ്ലിയം കുഞ്ഞക്കര സ്വദേശി വട്ടോലിപ്പറമ്പിൽ ജലജയുടെ വീട്ടിലാണ് സംഭവം. അടുക്കളയിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന സിലിണ്ടറിന്റെ അടിഭാഗത്ത് നിന്നാണ് ഗ്യാസ് ചോർന്നത്. മകളുടെ മകൻ വീട്ടിലെത്തിയപ്പോഴാണ് ഗ്യാസിന്റെ മണം അറിഞ്ഞത്. ഉടൻ തന്നെ സിലിണ്ടർ പുറത്തേക്ക് എടുത്തു മാറ്റുകയായിരുന്നു. ഗ്യാസ് ഏജൻസിയെ ഫോൺ വിളിച്ചറിയിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്ന് പറയുന്നു. പിന്നീട് കൺട്രോൾ റൂമിൽ അറിയിച്ചതിനെ തുടർന്ന് വരന്തരപ്പള്ളി പോലീസും പുതുക്കാട് നിന്ന് ഫയർഫോഴ്സും എത്തിയാണ് സിലിണ്ടറിലെ ഗ്യാസ് ചോർത്തിക്കളഞ്ഞത്. HP-യുടെ പുതുക്കാട് ഏജൻസിയിൽ നിന്ന് 1 മാസം മുൻപാണ് സിലിണ്ടർ എത്തിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഗ്യാസ് ഏജൻസിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് വീട്ടുകാർ. ചാവക്കാട് നഗരസഭാ കാര്യാലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ NK അക്ബർ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS അബ്ദുൾ റഷീദ്, ബുഷറ ലത്തീഫ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. സൗത്ത് കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവിന് സമീപമുള്ള ഫിൽറ്ററിംഗ് സ്റ്റേഷനിൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V നിഷമോൾ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, പഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന്, സതി അപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ ചെലവാക്കിയാണ് 7, 8, 12 വാർഡിലുള്ളവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. കുന്നംകുളം നഗരസഭ ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികളുടെ ഉല്ലാസത്തിനും മാനസിക വികസനത്തിനുമായി ഹാപ്പി വേൾഡ് പാർക്ക് തുറന്നുകൊടുത്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി.
സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, D സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും 2 വെള്ളിയും കരസ്ഥമാക്കിയ പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ മന്ത്രി R ബിന്ദു വീട്ടിലെത്തി അനുമോദിച്ചു. തിരുവനന്തപുരം GV രാജ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ അഷ്ഫാഖ് ക്യാപ്റ്റൻ അജിമോന്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത്. മഠത്തിപ്പറമ്പിൽ അഷറഫ് ജസി ദമ്പതികളുടെ മകനാണ്. അന്നം തരുന്ന ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തും. എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിലാണ് മണത്തല മുല്ലത്തറ വോൾഗ സ്വദേശി പള്ളിത്തറയിൽ ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തുന്നത്. 10 മാസത്തോളമായി മുടങ്ങാതെ ഹസൈനാർ രാവിലെ 7 മണിയോടെ കാക്കകൾക്ക് ഭക്ഷണം നൽകുവാനായി പഞ്ചവടി ബീച്ചിലെത്തും. ഹസൈനാരെ കണ്ടാൽ കാക്കകളും കൂട്ടത്തോടെ എത്തും. ഹസൈനാർ തൻ്റെ കയ്യിൽ കരുതിയ ഭക്ഷണപ്പൊതി അഴിച്ച് ബിസ്ക്കറ്റ്, പൊറോട്ട എന്നിവ കാക്കകൾക്ക് നൽകും. 100-ലധികം കാക്കകൾ ഈ സമയം ഇവിടെ എത്തും. തനിക്ക് ആരോഗ്യമുള്ള കാലം വരെ ഇത് തുടരുമെന്നും മനുഷ്യരെ പോലെ തന്നെ മറ്റ് ജീവികളോടും കരുണ കാണിക്കൽ നമ്മുടെ കടമയാണെന്നും ഹസൈനാർ പറയുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു നിശ്ചിത വരുമാനത്തിന് ഒരു തുക മാറ്റി വെച്ചിട്ട് അവർക്ക് കുറച്ച് പൊറോട്ടയും ബിസ്ക്കറ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ വരുന്ന കാലം വരെ കൊടുക്കും. എത്ര കാലം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കും പറയാൻ കഴിയില്ല. 69 വയസ്സായി. എന്തായാലും ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ ഇവരായിട്ട് അത്രയേറെ ബന്ധം ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ഇവർ കൊടുക്കാറുണ്ട്. അവരോട് നമ്മൾ വളരെ സൗമ്യമായിട്ട് നമ്മളെ അടുത്ത് വന്ന് നിൽക്കാറുമുണ്ട്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഈ തുച്ഛമായ വരുമാനത്തിൽ വെച്ച് അവരുടെ കാര്യം എൻ്റെ കാര്യം ഇങ്ങനെ നോക്കി പോവുകയാണ്. ലോട്ടറി വിൽപ്പനക്കാരനായ ഹസൈനാർ തൻ്റെ തുച്ഛ വരുമാനത്തിൽ നിന്നാണ് ഭക്ഷണത്തിന് തുക കണ്ടെത്തുന്നത്. ഹസൈനാർ എത്തിയാൽ കാക്കകൾ കൂട്ടത്തോടെ എത്തുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. TCV ചാവക്കാട്. കടവല്ലൂർ അന്യോന്യം ഈ മാസം 15 മുതൽ 26 വരെ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടക്കുമെന്ന് അന്യോന്യം പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ, സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വൈസ് പ്രസിഡന്റ് KN രാമനുണ്ണി എന്നിവർ അറിയിച്ചു. 16 വൈകിട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുനാവായ യോഗക്കാരും തൃശൂർ യോഗക്കാരും തമ്മിലാണ് അന്യോന്യം നടക്കുക. അന്യോന്യത്തിന്റെ ഭാഗമായി നിരവധി സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിക്കുന്നവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂരിൽ പ്രൊഫഷണൽ ഫൈറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ബ്രേവ് ബ്രദേഴ്സ് അക്കാദമിയും പ്രൈമൽ പ്രൊഫഷണൽ ഫൈറ്റ് അസോസിയേഷനും ചേർന്നാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. 170ഓളം പേർ പങ്കെടുത്തു. ചാഴൂർ പഞ്ചായത്ത് 15-ാം വാർഡിലെ NSS ഹാൾ റോഡിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തും ചാഴൂർ പഞ്ചായത്തും സംയുക്തമായി 10,10,000 രൂപ ചെലവ് ചെയ്താണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PS നജീബ്, TB മായ, രജനി തിലകൻ, വാർഡംഗം പ്രിയ ശോഭിരാജ് എന്നിവർ സംസാരിച്ചു.
തെക്കുംകര പനങ്ങാട്ടുകരയിൽ പുതിയതായി നിർമ്മിച്ച റോഡുകളുടെ സമർപ്പണം പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുനിൽകുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഇ. ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.ആർ. രാധാകൃഷ്ണൻ, പി.എൻ. ഹരിദാസ്, ശശികുമാർ മങ്ങാടൻ, സി.ഇ. ഷെയ്ഖ് അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ പാലുവായ് സെന്റ് ആന്റണീസ് CUP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ടർഫിന്റെയും പാർക്കിന്റെയും ഉദ്ഘാടനം സിസ്റ്റർ സാലി പോൾ നിർവഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A.M. ഷഫീർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ താരം K. നവാസ് മുഖ്യാതിഥിയായിരുന്നു. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും ജേതാക്കളായവർക്ക് വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു ട്രോഫികൾ സമ്മാനിച്ചു. വാർഡ് കൗൺസിലർ അജിത ദിനേശൻ, പ്രധാന അധ്യാപിക സിസ്റ്റർ നോയൽ, PTA പ്രസിഡന്റ് KG പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയും പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാവരെയും കളിഭരണങ്ങൾ വാങ്ങുന്നതിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഇന്നും നമുക്ക് കൂട്ടായി നിൽക്കുന്ന ഒരു PTA ഈ ദൗത്യം സാക്ഷാത്കരിക്കാനായി നിർധനരായ സാധാരണക്കാരായ മക്കൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. കിടപ്പാടം ജപ്തി ചെയ്യുന്നത് നിർത്തിവെക്കുക, LDF സർക്കാർ വാക്കുപാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അസംഘടിത വിമോചന പ്രസ്ഥാനം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് മുതുവട്ടൂർ സഹകരണ ഭവൻ ARL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. TK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഷമീറ പഞ്ചവടി അധ്യക്ഷത വഹിച്ചു. PK ബഷീർ, ജയപ്രകാശ് ഒളരി, ശൈലജ ബാലൻ, PS ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. CPMന്റെ മുൻ ജനപ്രതിനിധിയായിരുന്ന N. സതീഷിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് അരിമ്പൂരിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV. ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ K. രാഗേഷ്, KM ഗോപിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. എയർ കണ്ടീഷൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ കൂളിന്റെ കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ പൂങ്കുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു. വിപുലമായ സൗകര്യങ്ങളോടെ പൂങ്കുന്നം യുണീക് ബിൽഡിംഗിലെ 2ാം നിലയിൽ ആരംഭിച്ച ഡോക്ടർ കൂളിന്റെ കോർപ്പറേറ്റ് ഓഫീസ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. കല്യാൺ സാരീസ് MD രാമചന്ദ്രൻ, കല്യാൺ 99 MD സിദ്ധാർത്ഥ്, ചന്ദ്രിക സോപ്പ് മാനേജിംഗ് പാർട്ണർ ഡോക്ടർ CK രവി, ധനലക്ഷ്മി ബാങ്ക് AGM സുനിൽ, റീജിയണൽ മാനേജർ സുന്ദരേശൻ, LG ഏരിയ മാനേജർ ഐബിൻ, ഫുജിറ്റ്സു ജനറൽ ഏരിയ മാനേജർ സിദ്ധാർത്ഥ്, വോൾട്ടാസ് ഏരിയ മാനേജർ ടിറ്റോ, ഡോക്ടർ കൂൾ ഫൗണ്ടർ ജയപ്രകാശ്, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. VRF, ഡക്റ്റബിൾ, ചില്ലർ, കസറ്റ്സ്, സ്പ്ലിറ്റ് AC എന്നിവയുടെ അംഗീകൃത സെയിൽസ് ആൻഡ് സർവീസസ് ഡീലറായ ഡോക്ടർ കൂളിന് എയർ കണ്ടീഷൻ രംഗത്ത് 15 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമാണുള്ളത്. AC-യുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നുവെന്നതാണ് ഡോക്ടർ കൂളിന്റെ സവിശേഷത. സർവീസുകൾക്കും മെയിന്റനൻസിനുമായി വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം പരമാവധി വേഗത്തിൽ ഡോക്ടർ കൂൾ ലഭ്യമാക്കുന്നു. 1.5 പതിറ്റാണ്ട് നീണ്ട പ്രവർത്തന കാലയളവിൽ വീടുകൾ, ഫ്ളാറ്റുകൾ, ഓഫീസുകൾ തുടങ്ങി വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വരെ ഡോക്ടർ കൂളിന്റെ സംതൃപ്ത സേവനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും ഡോക്ടർ കൂളിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9895177506, 9249577506. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,295 രൂപ, പവന് 90,360 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അംഗം കുറിച്ചു. വോട്ടെടുപ്പ് 2 ഘട്ടമായി. ആദ്യഘട്ടം ഡിസംബർ 9-നും 2ാം ഘട്ടം ഡിസംബർ 11-നും.
തൃശൂർ ജില്ലയിൽ ഡിസംബർ 11 വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ഡിസംബർ 13. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂടുയരുന്നു. മത്സരചിത്രം വരും ദിവസങ്ങളിൽ തെളിയും. പുതുക്കാട് ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന ഭിന്നശേഷിക്കാരന്റെ ചായക്കട സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. മൂത്രത്തിക്കര സ്വദേശി വാഴേക്കാട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ചായക്കടയാണ് തകർത്തത്. ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലം 2 മാസത്തോളമായി കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായി ചാമക്കാലയിലെ 47ഓളം കുടുംബങ്ങൾ. പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നിശ്ചലം. ജനമൈത്രി ഫൗണ്ടേഷന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹകരണത്തോടെ സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.